സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഔദ്യോഗിക പദവിയിലേക്ക് കയറി അല്ലെങ്കിൽ ഔദ്യോഗിക ജോലി എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ തോൽവിയെ സംബന്ധിച്ച് അല്ലെ തോൽവിക്ക് ശേഷം ഒരുപാട് ആളുകളുടെ മെഴുകലുകളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ തോൽവിയുടെ വിഷമങ്ങൾക്കിടയിലാണ് ചിരിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വൻ വിജയത്തിലേക്ക് എത്തുന്നതും അവരുടെ പിന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള അടിയും പിന്നീട് അതിനുശേഷം അതിനുള്ളിലുള്ള പല പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടു, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പല കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ മാധ്യമ രംഗത്തും ഒരുപാട് ആളുകൾ നിന്ന് സംസാരിക്കുന്നു. അതേപോലെ തന്നെ CPMന്റെ കുറച്ച് ആളുകൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പാപ്പരാസികൾ ഓരോ ദിവസമായിട്ട് രാവിലെ ആഹാരത്തിന് മുൻപ്, ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം, വൈകുന്നേരം ആഹാരത്തിനും എല്ലാത്തിനും മുൻപ് എന്ന് പറയുന്നത് പോലെ ക്യാപ്സ്യൂൾ പരുവത്തിൽ ഒരു പോസ്റ്റ് എല്ലാ ദിവസവും അടിച്ചു വിടുന്നുണ്ട്. ഏത് ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നാലും എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് അങ്ങനെ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി DYFI മാറി. ജില്ലയിൽ യുവജന സംഘടനയുടെ പ്രവർത്തനം മോശം. വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. ഈ ഒരു പോസ്റ്റ് ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസവും പല പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് KK ശൈലജ ടീച്ചർ, ആ ടീച്ചറിന് ഭയങ്കര അതൃപ്തിയാണ് പിണറായി വിജയനോട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിൽ അതൃപ്തിയാണ്. അതേപോലെ തന്നെ തന്നെ തോൽക്കുന്ന ഒരു മണ്ഡലം തന്നെ തോൽക്കുന്ന ഒരു മണ്ഡലത്തിൽ നിർത്തി തന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ KK ശൈലജ ടീച്ചർ പറഞ്ഞു എന്നുള്ളൊരു പോസ്റ്റൊക്കെയായിരുന്നു ഇവർ പടച്ചു വിട്ടത്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം, വസ്തുത എന്താണെന്നുള്ളത് ശൈലജ ടീച്ചർ തന്നെ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് പറയുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനുള്ള ഒരു അറിവും വിവേകവും ഒന്നും ഇന്നിരിക്കുന്ന ഒരാൾക്ക് പോലും ഇല്ല. ഇന്ന് ഈ സ്വന്തം പാർട്ടിയിലുള്ള, അതായത് CPIMലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ള ഒരാൾക്ക് പോലും ഇല്ല. അതുകൊണ്ട് തന്നെയും പ്രതിപക്ഷ നേതാവായിട്ടും ഈ മനുഷ്യൻ തന്നെ വരണം എന്ന് തന്നെയാണ് KK ശൈലജ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാനൊരു പുതിയ വീഡിയോ കണ്ടു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പ് ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായി പടുത്തുയർത്തിയ സാമ്രാജ്യം എന്ന് തന്നെ നമുക്ക് തെറ്റാതെ പറയാം. നല്ലൊരു മനുഷ്യസ്നേഹി, മനുഷ്യൻ്റെ ഹിതമറിയുന്ന, മനുഷ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുള്ള നല്ലൊരു നേതാവ് എന്ന് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കേരളം കണ്ടതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചൊരു ഭരണാധികാരി എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് തല കുനിക്കേണ്ട സ്ഥലങ്ങളിൽ തലകുനിക്കുകയും ചിരിക്കേണ്ട ഇടങ്ങളിൽ ചിരിക്കുകയും അഭിമാനം അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ഇങ്ങോട്ട് ബഹുമാനം ഉണ്ടെങ്കിൽ അങ്ങോട്ടും അതേപോലെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു നല്ലൊരു ഭരണാധികാരി എന്ന് തന്നെ പിണറായി വിജയനെ പറ്റി പറയാം. അങ്ങനെ ആ ഒരു പിണറായി വിജയൻ പടുത്തുയർത്തിയ ആ ഒരു സാമ്രാജ്യം, വയനാട് ടൗൺഷിപ്പ് എന്നൊക്കെ പേരിൽ നമ്മൾ വിളിക്കുന്ന ആ ഒരു സാമ്രാജ്യത്തിലേക്ക് ആദ്യത്തെ കാൽച്ചുവട് വയ്പുമായിട്ട് ഒരു കുടുംബം എത്തി. ആ കുടുംബം വന്നിട്ട് ആദ്യം അവർ പറഞ്ഞത്, മാപ്രകൾ പറഞ്ഞതെല്ലാം ഇത് ആരോ വെച്ച് നൽകിയ വീട്, ആര് വെച്ച് നൽകിയതാണെന്നുണ്ടെങ്കിൽ സർക്കാർ എന്നൊരു പേര് പറയുന്നുണ്ട്. ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റുന്നില്ല, ഹൃദയപക്ഷം എന്നുള്ള ഇടതുപക്ഷം എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല. അവർ പറയുന്ന ആര് വെച്ച് കൊടുത്തതാണെങ്കിലും ആ ജനങ്ങൾക്ക് വീട് കിട്ടി. അങ്ങനെ വീട് കിട്ടിയ സമയത്ത് ആ ജനങ്ങൾ അല്ലെങ്കിൽ അവരവിടേക്ക് വന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാർത്ത ഉടനീളം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ആരാണ് കൊടുത്തതെന്നോ ആരുടെയും പേര് അവർ പറയുന്നില്ല. പക്ഷേ ആ നാട്ടിലെ ജനങ്ങൾ, നല്ലവരിൽ നല്ലവരായ ജനങ്ങൾ, ഞാൻ എല്ലാവരെയും നല്ലവരെന്ന് പറയുന്നില്ല, അതിൽ നന്ദികേട് കാണിച്ച ആളുകളുമുണ്ട്. എന്തായാലും ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം ചെയ്തു കൊടുത്തിട്ടും പറ്റിച്ചു എന്നുള്ളത് ചില ആളുകളുണ്ട്. അപ്പോൾ അതിലും രാഷ്ട്രീയം കുത്തിക്കയറ്റുന്ന നൗഫലിനെ പോലെയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതായത് ആ വീടിന് വിള്ളലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നൗഫലിനെ പോലെയുള്ള കോൺഗ്രസിനോട് വലിയ അടുപ്പമുള്ള, വലിയ കോൺഗ്രസിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരുത്തം വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പിണറായി വിജയന് നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് വിജയൻ എന്ന് പറയുന്ന മനുഷ്യനും അവരുടെ കുടുംബവും ഒക്കെ വന്നത്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് വെച്ച് തന്ന ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവിനോട് ഒരുപാട് നന്ദിയുണ്ട്, ഇത്രയും നല്ലൊരു വീട് വെച്ച് നൽകിയതിന്, ഇത്രയും നല്ല സൗകര്യങ്ങളോട് കൂടി ഒരു വീട് വെച്ച് നൽകിയതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടുകാർ പറഞ്ഞത്. ഇന്ന് ഞാൻ കണ്ടൊരു പോസ്റ്റ് അല്ല, ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. വലിയ കോമഡിയാണ്. എനിക്കത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ചിരിയും അതേപോലെ തന്നെ പുച്ഛവും മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് കേരളത്തിലെ ജനങ്ങളോട് മാത്രമാണ് പുച്ഛം കൂടുതലായിട്ടുള്ളത്, എസ്പെഷ്യലി വയനാട്ടിലെ ജനങ്ങളോട്. എന്തായാലും ആ വാർത്ത നിങ്ങളൊന്ന് കാണണം. വയനാട് ടൗൺഷിപ്പിലെ പരിപാടികൾ അല്ലെ പദ്ധതികളൊന്നും പൂർണ്ണമായിട്ടില്ല, ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ പ്രശ്നങ്ങളുണ്ടായി, ദുരന്തമുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, വീടുകളെല്ലാം ഒഴുകിപ്പോയ സമയം മുതൽ
രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ, ചൂടെന്നോ തണുപ്പെന്നോ ഇല്ലാതെ ആ ദുരന്ത മേഖലയിൽ ഒരുപാട് പണിയെടുത്തൊരു മനുഷ്യൻ. ടി സിദ്ദിഖ് എന്നാണ് പേര്. അതായത് കെ രാജനേക്കാൾ അപ്പുറം, കെ റഫീഖ് എന്ന് പറയുന്ന ആ ഒരു ജനറൽ സെക്രട്ടറിയേക്കാളൊക്കെ അപ്പുറം ഒരുപാട് പണിയെടുത്ത ഒരാളുണ്ട് വയനാട്ടിൽ. നമ്മളാരും അറിയാതെ പോയ, മാധ്യമങ്ങൾ ആരും അധികം ശ്രദ്ധിക്കാതെ പോയൊരു പേര്, അതാണ് ടി സിദ്ദിഖ്. ആ ശ്രുതി എന്ന് പറയുന്ന കുഞ്ഞിന് വീട് വെച്ച് നൽകിയ, ആ വീടെന്ന് പറയുമ്പോൾ ചെറിയൊരു വീടൊന്നുമല്ല, വലിയൊരു ബംഗ്ലാവ് തന്നെ ആ കുഞ്ഞിന് വേണ്ടി പണിത് നൽകിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ആ ദുരന്തമുണ്ടായി വീടെല്ലാം പോയി അറിഞ്ഞ് അന്ന് തന്നെ രൂപരേഖകൾ തയ്യാറാക്കി ആ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ പെൺകുട്ടി ആശുപത്രിവാസം വിട്ട് ആ പെൺകുട്ടിയുടെ സ്വന്തം നാട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ ഈ പറയുന്ന വലിയ ബംഗ്ലാവിലേക്കുള്ള ഒരു താമസം, ആ ഒരു കയറി താമസമൊക്കെ സാക്ഷാത്കരിച്ചു കൊടുത്തിരുന്ന ആള് തന്നെയാണ് ടി സിദ്ദിഖ്. എന്തായാലും ടി സിദ്ദിഖ് പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടു നോക്കാം. ഈ മുണ്ടക്കൈ ചൂരൽമല ആ സംഭവം എനിക്ക് ഒരുപക്ഷെ ഇത്രയും പണിപ്പെട്ട ഒരു പൊതുപ്രവർത്തനം അവിടെ ഉണ്ടാവില്ല. ഞാനത് താങ്കളെ വളരെ അടുത്ത് നോക്കി കാണുകയായിരുന്നു. മുണ്ടക്കൈ ഇന്നിപ്പോ ക്യാബിനറ്റില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ തന്നെ മുണ്ടക്കൈ ചൂരൽമലയായിട്ട് ബന്ധപ്പെട്ട പ്രതിഭാസത്തിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. മുണ്ടക്കൈ ചൂരൽമല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ഭവന പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. വീടുകളിലേക്ക് താമസം തുടങ്ങിയിട്ടില്ല. ഗുണഭോക്താക്കള് അവരുടെ കടമെഴുതി തള്ളിയത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിലുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പൊ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ ലിസ്റ്റ് ഉൾപ്പെടെ അതിന്റെ മാനദണ്ഡം ഉൾപ്പെടെ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പരിശോധിച്ച് ഒന്ന്, സ്ട്രക്ചറൽ പ്രതിഭാസം, വീട് മാത്രമല്ല മറ്റുള്ള ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകൾ മുഴുവൻ പൂർത്തീകരിക്കാനുള്ള നടപടിയും സമീപനവും ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവും. ഗവൺമെന്റ് തുടർച്ചയാണ്. നേരത്തെ വന്ന ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, മിസ്സിംഗ് ഉണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ഈ മുണ്ടക്കൈ ചൂരൽമല തീർച്ചയായിട്ടും നേരത്തെ വന്ന ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, മിസ്സിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഗ്യാപ്പും മിസ്സിങ്ങും ഞാൻ ആദ്യം പറഞ്ഞ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണ്. ആ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ പറ്റിച്ച സിദ്ദിഖ് അല്ലേ താങ്കൾ? താങ്കൾ പറഞ്ഞ വീട് എവിടെയാണ് സിദ്ദിഖ് സാർ? എവിടെയാണ് നിങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഭവനം? നിങ്ങൾ 5 കോടി രൂപ പിരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കയ്യിൽ ഒരുപാട് ഫണ്ടുണ്ട്, 100 വീടുകൾ സാക്ഷാത്കരിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ എടുത്തു പറയുന്നൊരു പോയിന്റ് ഉണ്ട്. പല വീടുകളിലും ആർക്കും താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടില്ല. ഇന്നും വീടുകളെല്ലാം പൂർത്തിയായെങ്കിലും അവിടേക്ക് കയറി താമസിക്കുക എന്ന് പറയുന്നൊരു കാര്യം സാക്ഷാത്കരിക്കുകയോ അല്ലെ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ എവിടെ? ആ 100 വീടുകളുടെ കണക്ക് എവിടെ? എന്താണ് അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻ? അതുകൂടി നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെയ്യണം. കാരണം അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. എന്താണ് അതിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം, നടത്തിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് അതിനെപ്പറ്റിയുള്ള വിഷൻ എന്നറിയണം. എന്ത് പ്രവർത്തനമാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നാളിതുവരെ വയനാട്ടിൽ ചെയ്തതെന്നുള്ളതും ഇത് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ഇന്നൊരു വീഡിയോ കാണാൻ ഇടയുണ്ട്, പക്ഷേ ആ വീഡിയോ ഞാനത് അധികം സേവ് ചെയ്ത് വെച്ചില്ല. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിൽ കുറച്ച് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ എന്നൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൽ അവർ ചോദിക്കുന്നുണ്ട്, ടി സിദ്ദിഖ് വിജയിക്കാനായിട്ട് എന്താണ് നിങ്ങൾ മുന്നിൽ കാണുന്ന കാരണം, അല്ലെ വയനാടിന് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആർക്കൊന്നും പറയാനില്ല. അവരെല്ലാം ചിരിച്ച് തള്ളി അങ്ങ് പോവുകയാണ്. പ്രത്യേകിച്ച് അവർക്കൊന്നും അറിയില്ല എന്താ ചെയ്തതെന്നുള്ളത്. ആ വയനാട്ടിലെ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കമൻറ്റുകളിലെല്ലാം വന്ന് നിറയുന്ന ഒരു കാര്യം, ആ ഒരു പേര് തന്നെയാണ് ടി സിദ്ദിഖ്. ജാതിയും മതവും ഒക്കെ തന്നെയാണ് അവിടെയുള്ള ആളുകളുടെയും മനസ്സിലുള്ളത്. എന്തായാലും വലിയ പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ മഹാമാരികൾ ആഞ്ഞടിച്ചപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ തള്ളിക്കളഞ്ഞിരിക്കുക തന്നെയാണ്. അതിലും അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. വയനാട്ടിലെ കുറേ പേരുണ്ട്. വയനാട്ടിലെ ജനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സംസാരിക്കുന്ന ആളുകളൊക്കെ ഇരുന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. ഞാൻ ഇന്നപ്പോൾ ഒരു പുതിയൊരു എന്താ പറയുക, ഒരു അതിഥി അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്, ഒരു അവതാരം. പുള്ളിക്കാർ പറയുന്നത് LDF ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, UDF ഇനി ഒരുപാട് മലമറിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെഴുകലുണ്ട്. ആ ഒരു വീഡിയോ കൂടെ നമുക്ക് എന്തായാലും കാണാം. പിണറായി വിജയനോട് ചോദിച്ചു നോക്കൂ, എന്താ 10 കൊല്ലം അദ്ദേഹം ചെയ്തത്? ഒരു ചുക്കുമില്ല. UDF വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭരണം ശരിക്കുള്ള എന്താ ഭരണം കാണും. നിവേശനം കൂടും. ടൂറിസം 10 കൊല്ലമായിട്ട് ഒന്നും നടന്നുകൊണ്ടില്ല. ഏറ്റവും കേരളത്തിന് അറിയപ്പെടുന്ന ടൂറിസത്തിന് തൊഴില്, ചെറുപ്പക്കാർക്കെല്ലാം തൊഴിൽ കൊടുക്കും. പിന്നെ ഞങ്ങളെ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, വീരണം പോർട്ട്, മെട്രോ, കണ്ണൂർ എയർപോർട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. നിങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചു നോക്കൂ, എന്താ 10 കൊല്ലം അദ്ദേഹം ചെയ്തത്? ഒരു ചുക്കുമില്ല.
പെൻഷൻ കിട്ടിയിട്ടില്ല. ടീച്ചർമാർക്ക്, ബസ് കണ്ടക്ടർമാർ, അവർക്കൊന്നും സാലറി ഉണ്ടായിട്ടില്ല. അപ്പൊ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇപ്പൊ ശരിക്കുള്ള ഭരണം കാണും, എങ്ങനെയാ ഭരിക്കേണ്ടതെന്ന് പറയുന്ന കാര്യം കാണുന്നത്. പിന്നെ എപ്പോഴും ഞങ്ങൾ കേൾക്കുക ഇവിടെ പ്രശ്നമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ എല്ലാ മന്ത്രിസഭയിൽ എല്ലാവരും മന്ത്രികൾ കൃത്യം ഞങ്ങളെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരിക്കുക ഞങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഇന്നലെ ഗവർണറുടെ അടുത്ത് പോയി ലിസ്റ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ല. ഐക്യത്തോട് മുന്നോട്ട്. സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് മിനിസ്റ്ററും ഒന്ന് ഡെപ്യൂട്ടി സ്പീക്കറും. അപ്പം വനിതകൾക്കും അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക്. ഇതെന്താണ് സാധനം? ഇത് കടിക്കുമോ? ഒരു വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ഒരു വേറെ ബോഡി ഷേമിങ്ങോ ഒന്നുമല്ല കേട്ടോ. അതായത് പുള്ളിക്കാരി പറയുന്നത്, ഇത് ഏത് ലോകത്താണോ ഞാൻ ജീവിക്കുന്നത്? പുള്ളിക്കാരി പറയുന്നത് ഇത്രയേ ഉള്ളൂ, 10 വർഷം പിണറായി വിജയൻ ഇവിടെ ഭരിച്ചിട്ട് എന്താണ് നേടിക്കൊടുത്തതെന്നുള്ളത്. ഞാൻ ചെറിയൊരു കാര്യം പറയാം, കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ചെറിയൊരു കാര്യം, അധികം ആധികാരികമായിട്ട് ഞാൻ പോകുന്നില്ല. അതിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന്, ആരോഗ്യ മേഖല. ഇന്ന് കേരളം കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് കണ്ടതിനേക്കാൾ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. അത് ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. വിദ്യാഭ്യാസ മേഖല, അതും കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് കേരളം കണ്ടതിനേക്കാൾ വെച്ചിട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖലയാണ്. പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെ കരങ്ങളിലേക്കും, അത് തുക കൂടുതലോ കുറവോ ആയിക്കോട്ടെ, എല്ലാ മാസവും മുടങ്ങാതെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. കിട്ടാക്കനി 10 വർഷങ്ങൾക്ക് മുൻപ് കിട്ടാക്കനിയായിരുന്ന ഒരു പെൻഷൻ എല്ലാ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ആരോടും പറയാതെ, പരാതി പറയാതെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പറയുന്ന ടൂറിസം തന്നെയാണ്. റിയാസ് എന്ന് പറയുന്നൊരു മന്ത്രി ടൂറിസം വകുപ്പിലേക്ക് വന്നതിന് ശേഷം കേരളത്തിനെ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ചെല്ലാനത്തെ വോക്ക് വേ, ചെല്ലാനം ഒരു ബ്രിഡ്ജ് പണിത് കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ, ഒരു വോൾ പണിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ സമയത്ത്, സീ വോൾ പണിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ചെല്ലാനം വോക്ക് വേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ഒരു സംരംഭം അവർ തുടങ്ങി. അല്ലെ, സംരംഭം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു വികസനം അവർ തുടങ്ങി. അതായത് വരുന്ന ആളുകൾക്ക് ഒരു കടൽ ഭിത്തി, ഒരു കടലിൽ നിന്നുള്ള തിരമാലകളിൽ നിന്നുള്ള സംരക്ഷണം ആ തീരദേശത്തുള്ള ആളുകൾക്ക് ഒരുക്കുന്നതിനേക്കാൾ അപ്പുറം അവിടെ വരുന്ന ആളുകൾക്ക് ഒരു സഞ്ചാര യോഗ്യമാക്കുന്ന രീതിയിലും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ കാര്യമാണ് ചെല്ലാനത്തെ മാത്രം പറയുകയാണെങ്കിൽ. ഏറ്റവും പ്രധാനപ്പെട്ട വേറെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ടൂറിസത്തിൻ്റെ ഞാൻ ഒരുപാട് പറയുന്നില്ല. ഇനി ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ദേശീയപാതയുടെ ഈ നവീകരണം. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ ഒരുപാട് പ്രതിസന്ധികളിലായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, കേന്ദ്രം സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്ന സമയത്ത് നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ നദികൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വന്നിട്ടില്ലേ? ഇനി വേറൊരു കാര്യം പറയാം, വയനാട് ടൗൺഷിപ്പ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് വയനാട് ടൗൺഷിപ്പ്. ആ ടൗൺഷിപ്പ് സാധ്യമാക്കിയത് നിങ്ങളുടെ ഉമ്മൻചാണ്ടി കല്ലിട്ടത് കൊണ്ടോ, അല്ലെ നിങ്ങളുടെ വലിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വന്നതുകൊണ്ടോ ഒന്നുമല്ല ചേച്ചിയെ. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാമാന്യ ബോധം വേണം, തലയ്ക്കുള്ളിൽ ആൾതാമസം വേണം. ഇതില്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ പിണറായി എന്ത് ചെയ്തു, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വെറും കിഴങ്ങനായിരുന്നു എന്നൊക്കെ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് അന്തം കൊങ്ങികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും കേട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് നെല്ലേതാണ് പതിരേതാണെന്ന് നന്നായിട്ട് തിരിച്ചറിയാൻ അറിയാം. അതുകൊണ്ട് കൂടുതൽ മെഴുകലുകളുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിവ് കൊണ്ടല്ല, ഇതെല്ലാം ഞങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന്, അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് നോക്കുന്ന ടി സിദ്ദിഖിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ കളികളാണ് കാണാൻ പോകുന്നത്. ഇനി പിണറായിയുടെ പേരേ എവിടെയും കാണില്ല. ആ രീതിയിൽ അത് തൂത്തുവാരി എറിഞ്ഞുകൊണ്ട് തന്നെയും പിണറായി ചെയ്തു വെച്ചതൊക്കെയും ഉമ്മൻചാണ്ടി കല്ലിട്ട് കൊടുത്തത് കൊണ്ടാണെന്നും, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തു വെക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ അങ്ങ് സാക്ഷാത്കരിച്ചതാണെന്നും, തിരക്കഥ തട്ടിയെടുത്തുകൊണ്ട് ചെയ്തതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വരാം. എന്തായാലും നല്ല ജനങ്ങൾക്ക് നല്ലതേതാണെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ പറയുകയാണ് ഈ ഒരു സമയത്ത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തൊക്കെ പ്രഹസനങ്ങളും എന്തൊക്കെ പ്രകടനങ്ങളും ഉണ്ടാവുമെന്നുള്ളത്. അതുവരെ സീ യു സൂൺ. ഓക്കെ, ബൈ.